പോലീസിന്റെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് എങ്ങനെയായിരിക്കും, ഏത് ദിശയിലായിരിക്കും എന്നതുകൂടി നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കേണ്ടി വരും, പറയേണ്ടി വരും. വീണ്ടും രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, ഇനി അറിയേണ്ടത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജസ്റ്റിസ് ശങ്കരൻ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം പുതിയ അന്വേഷണം വരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാമോ? ശ്യാം, നേരത്തെ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് നടത്താനായിട്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കറിനെ നിയോഗിച്ചത്. സമാന്തരമായിട്ട് തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അത് കവർച്ച ചെയ്ത സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. അന്ന് ഹൈക്കോടതി ആ നിലപാടെടുത്തതിന് ഒരു കാരണമെന്ന് പറയുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അപ്പാടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. കുറ്റകൃത്യം കൃത്യമായി നടന്നു എന്ന്, അതായത് സ്വർണ്ണ കവർച്ച തന്നെയാണ് ശബരിമലയിൽ നടന്നതെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ, മേൽനോട്ടത്തിലുള്ള സംഘം തന്നെ ഈ അന്വേഷണം നടത്തണമെന്നും അതിൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനടക്കം ഉൾപ്പെടണമെന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി R. രാജീവ് കൂടി ചേരുകയാണ്. രാജീവ്, ഇനി അറിയേണ്ടത് ഈ അന്വേഷണ സംഘത്തിന്റെ ഘടനയും അന്വേഷണ പരിധിയിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണം, ADGPയുടെ മേൽനോട്ടം വേണം എന്ന നിർദ്ദേശം സർക്കാർ തലത്തിലും ദേവസ്വം ബോർഡ് തലത്തിലുമൊക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് H. വെങ്കടേഷ്. അദ്ദേഹത്തിന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ചുമതല. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിനെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു ഉയർന്നു വന്നത്. സർക്കാരും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ അല്ല അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ 3 ഇൻസ്പെക്ടർമാരുണ്ട്. ഒരു SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിലെ കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ സാങ്കേതികമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം 1998, 2019 വരെയുള്ള കാലയളവിൽ നടന്ന നീക്കുപോക്കുകളാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പല വശങ്ങളും അന്വേഷിക്കേണ്ടതായി വരും. പല ഇമെയിൽ സന്ദേശങ്ങളും അന്വേഷിക്കേണ്ടതായി വരും. അതിന്റെ ആധികാരികത ഉറപ്പിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു CA കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം, അതീവ രഹസ്യമായി അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി നിർദ്ദേശിച്ച പ്രകാരം അന്വേഷണം നടക്കും. H. വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. അതിനുശേഷം കോടതിയിൽ തന്നെ നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. എല്ലാ വശങ്ങളും ഇതിനെ പരിശോധിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. കാരണം വളരെ ദുരൂഹമായ ഇടപാടുകൾ ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനജീവിയാണ് ഇത് പുറത്ത് രാജീവ്, അപ്പോഴും ഒരു വലിയ രീതിയിൽ ആശങ്ക നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് ഇപ്പോഴൊരു സമഗ്ര അന്വേഷണത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിച്ചു, ചുമതലപ്പെടുത്തി. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ അന്വേഷണ സംഘം ഉൾപ്പെടുന്നത്. ഇവിടെ വേണ്ടത് ആന്ധ്രയിലേക്ക് പോയിട്ടുണ്ട്, ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമഗ്ര അന്വേഷണ ഏജൻസി, ഒരു കേന്ദ്ര ഏജൻസി ഇവിടെ വരണം എന്നൊരു ആവശ്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ എല്ലാവരും. വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് അത്. കാരണം സംസ്ഥാന സർക്കാരിന് കീഴിലാണ് സംസ്ഥാന പോലീസ് പ്രവർത്തിക്കുന്നത്. കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോൾ പോലും നമുക്കറിയാം, നേരത്തെ പല കേസുകളും വേണ്ടത്ര തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. 2019 ഇത്തരമൊരു ആരോപണം ഉയരുകയും 2019 സ്വർണം കടത്തി എന്ന കണ്ടെത്തലിലേക്ക് ദേവസ്വം വിജിലൻസ് തന്നെ എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ട
സാഹചര്യം ഉണ്ടാകും. കാരണം ദുരൂഹമായ ചില ഇമെയിൽ ഇടപാടുകൾ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് ദേവസ്വം വിജിലൻസ് ഈ നിഗമനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വർണ്ണത്തിൽ കുറവുണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ സ്വർണ്ണത്തിൽ കുറവുണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സ്വർണം കൊണ്ടുപോകാനുള്ള അധികാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ശ്യാം ചോദിച്ച, അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആ പ്രശ്നം വളരെ ഗുരുതരമായി വരുന്നത്. സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം എത്രത്തോളം പ്രസക്തമാകുന്നത്. ഏതായാലും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാർ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു.